മോട്ടോഴ്സിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് ഏറ്റിട്ടുണ്ട്. നമുക്കതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞേക്കണത് ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്കപ്പ് ചെയ്യണ പറഞ്ഞിട്ടുണ്ട്. ചെയിൻ ചെറുതായിട്ട് ലൂസുണ്ട്, അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യണ പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ടോപ്പ് അപ്പ് ചെയ്യുക, ഇതാണ് പറഞ്ഞത് കേസ് മെയിനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അത് ക്യാമൊക്കെ തിരിച്ച് മാക്സിമം ഉപയോഗിച്ച് തീർന്നുണ്ട്. അപ്പോൾ ലൈനർ മാറ്റിയാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഹബിനകത്തും ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് ലെയ്ത്തിൽ കൊടുത്തിട്ടൊന്ന് പോളിഷ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ലൈനർ മാറ്റുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ ഈ ഹബ്ബൊന്ന് കൊടുത്ത് ലെയ്ത്തിൽ പോളിഷ് ചെയ്തിട്ട് പുതിയ ലൈനർ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോഴാണ് ബ്രേക്ക് മാക്സിമം നല്ല പെർഫോമൻസ് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ വാട്ടർ പേപ്പർ ഇട്ട് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് കയറണം. പക്ഷേ ഇത്ര സ്ക്രാച്ചുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് ആ ബ്രേക്ക് ഒരു സ്മൂത്ത് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ചെയിൻ നമുക്ക് ചെറുതായിട്ട് ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാം. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കണ സമയത്ത് അതിനകത്ത് ഓയിൽ ചെക്ക് ചെയ്യുക, കുറവുള്ളത് ഒഴിക്കാനുള്ള രീതിയിൽ പറഞ്ഞേണേ. അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് ഇപ്പോൾ ഓയിൽ ഊറ്റി നോക്കിയതാണ്. ആകെ കൂടി 400 മില്ലി ഓയിലുള്ളൂ. നമുക്കിത് 1 ലിറ്റർ ഓയിൽ വേണം. അപ്പോൾ 400 മില്ലി ഓയിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി 600 മില്ലി നമ്മളതിനകത്ത് ടോപ്പ് ചെയ്യേണ്ടി വരും. ആ നേരം കൊണ്ട് ഫുള്ളായിട്ട് ഓയിൽ മാറ്റുന്നതായിരിക്കും നല്ലത്. വണ്ടിക്ക് പുകയുണ്ട്, അതുകൊണ്ട് തന്നെ ഓയിൽ കത്തി ലെവൽ കുറഞ്ഞു പോകണമെന്നാണ് കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ ഓയിൽ കത്തുന്ന ആ കംപ്ലയിൻറ്റ് മാറ്റാതെ കൊണ്ട് നമ്മളിപ്പോൾ ഓയിൽ മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അത് വേറൊരു വശം. ഇവിടേക്ക് കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ ഓയിലൊക്കെ ശരിക്കും ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഫുള്ള് മാറ്റണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിന് ശേഷം നമുക്കിപ്പോൾ എന്തെങ്കിലും ഓയിൽ ലെവൽ കുറഞ്ഞു പോകും. ആ കുറഞ്ഞു പോകുമ്പോൾ കുറേശ്ശെ ഓയിൽ ലെവൽ ടോപ്പപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുക. അത് ഒരു ശാശ്വത പരിഹാരമൊന്നുമല്ല. സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്താണ് കംപ്ലയിൻറ്റ് വരാം. അത് അഴിച്ച് നോക്കിയിട്ട് ആ പ്രോബ്ലം എന്താണോ അത് പരിഹരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ശാശ്വത പരിഹാരമായിട്ടുള്ളത്. പിന്നെ ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ട് ബ്രേക്ക് ചെക്കപ്പും പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് നമുക്ക് വരുന്നത് ഡിസ്ക് ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചു. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഇരിക്കുന്ന മാസ്റ്റർ യൂണിറ്റാണ് കംപ്ലയിൻറ്റ്. അത് ശരിക്കും പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലമാണ്, കറക്റ്റായിട്ട് ലോഡ് ആവുന്നില്ല. അപ്പോൾ ഈ മാസ്റ്റർ യൂണിറ്റ് മാറ്റിയിട്ട് ഈ കാളിപ്പർ ബ്രാക്കറ്റ് ഈ അടിയിൽ വന്ന പീസൊക്കെ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ മാറ്റി റീസെറ്റ് ചെയ്താലാണ് 100% ബ്രേക്കിൻ്റെ കേസ് കറക്റ്റ് ആവുള്ളൂ. അതേപോലെ തന്നെ ഈ ലിവറൊക്കെ ചെറുതായിട്ട് ബെൻഡുണ്ട്. അപ്പോൾ അതുകൂടി മാറ്റി ആ MC സബും ഈ ലിവർ കൂടി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയാണെന്നുള്ള മെച്ചം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി വരുമ്പോൾ എങ്ങനെയായിരുന്നോ പുതിയ വണ്ടിയുടെ അതേ രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ആ യൂണിറ്റിന് കിട്ടും. പക്ഷേ നമുക്ക് ഈ കാളിപ്പർ ബ്രാക്കറ്റിന് ചെറിയ പഴക്കമുള്ളത് കൊണ്ടും അതിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ ചെറിയൊരു ടൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെ വരുന്ന വണ്ടികളിൽ സാധാരണ സെറ്റ് ചെയ്യുമ്പോൾ തുടക്കം തന്നെ ബ്രേക്ക് ഒരല്പം കുറവാണെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ കയറി കറക്റ്റ് നോർമൽ റേഞ്ചിലേക്ക് വരാറുണ്ട്. അത് ആ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡിനകത്ത് ഇതിനകത്ത് വരുന്ന ആ ചെറിയൊരു ടൈറ്റിൻ്റെയും ആ എയർ പിടുത്തത്തിൻ്റെയും ഒരു പ്രോബ്ലമായിട്ടാണ് അത് വരാം. അപ്പോൾ എന്തായാലും നമുക്ക് ആ മാസ്റ്റർ കിറ്റ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താലാണ് ആ പ്രോബ്ലം പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ MC സബ് അടക്കം മാറ്റി, എൻജിൻ ഓയിലും മാറ്റി, ബാക്കിലത്തെ ബ്രേക്സും ഹബ്ബ് പോളിഷിങ് അടക്കം ചെയ്യുകയാണെങ്കിൽ ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്നൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ പറയാം, എത്ര ചിലവ് വരും എന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ടൊന്നും പറയാം. എന്തായാലും പെർമിഷൻ കിട്ടാതെ, നിങ്ങളുടെ പെർമിഷൻ കിട്ടാണ്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യില്ല, പറയുന്ന രീതിയിലാണ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് എന്തെങ്കിലും റെഡി ആക്കിയിട്ടേക്കാം. നോക്കി വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.